വാസുദേവായ. ദശകം 10 ശ്ലോക 4. താവത് പ്രകോപം ഉദിതം പ്രതിരുന്ധതഃ അസ്യ ഭ്രൂമധ്യതഃ അജനീ മൃഡഃ ഭവദേകദേശഃ നാമാനി മേ കുരു പദാനി ച വിരിഞ്ച ഇതി ആദൗ രുരോധ കില തേന സഹ രുദ്രനാമ. താവത് ഭഗവാന്റെ ആ വാക്കുകൾ, പ്രകോപം ദേഷ്യം, ഉദിതം പറഞ്ഞതു നിഷേധിച്ചുകൊണ്ട്, പ്രതിരുന്ധതഃ മനസ്സിൽ ഒതുക്കി, അസ്യ ബ്രഹ്മാവിന്റെ, ഭ്രൂമധ്യതഃ പുരികക്കൊടിയുടെ നടുവിൽ നിന്നുകൊണ്ട്, അജനി ഉണ്ടായി ജനിക്കപ്പെട്ടു, മൃഡഃ മൃഡൻ, ഭവദേഹദേശഃ ഭഗവാന്റെ അംശാവതാരമായിട്ടുള്ളത്, നാമാനി നാമങ്ങളായിക്കൊണ്ട്, മേ എനിക്ക്, കുരു തരുക, പദാനി സ്ഥാനങ്ങളും, ച കൂടി, ഹാ അല്ലയോ, വിരിഞ്ച ബ്രഹ്മാവേ, ഇതി ഇങ്ങനെ, ആദൗ ഉടനെ തന്നെ, രുരോധ നിലവിളിച്ച്, കില തുടങ്ങി, തേന അതുകൊണ്ട്, സഹ ബ്രഹ്മാവ്, രുദ്രനാമ രുദ്രൻ എന്നു പേരായ. അപ്പോൾ ഈ ദശകത്തിൽ ആ ബ്രഹ്മാവിന്റെ സൃഷ്ടിഭേദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് ഈ ശ്ലോകത്തിൽ ആ ഭഗവാന്റെ വാക്കുകൾ കേട്ട് ബ്രഹ്മാവ് ഓരോ സൃഷ്ടികർമ്മത്തിൽ നിയോഗിക്കപ്പെട്ടതായി തോന്നി ഓരോരോ സൃഷ്ടികളും വളരെ ഭംഗിയായി തുടങ്ങിയപ്പോൾ ആ ഒരു മഹാമുനികളായ സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്നിവരെ സൃഷ്ടിക്കുകയും അങ്ങനെ ആ ഒരു സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള രസത്തെ അറിഞ്ഞുകൊണ്ട് ആ ബ്രഹ്മാവ് ഓരോ സൃഷ്ടി നടത്തുന്ന സമയത്ത് ദേഷ്യം എന്ന ആ ഒരു വികാരം വരികയും അതിനാൽ മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന ആ ഒരു നിഷേധം, ആ ഒരു വികാരം ഉണരുകയും അങ്ങനെ ബ്രഹ്മാവിന്റെ പുരികക്കൊടിയുടെ നടുവിൽ നിന്നുകൊണ്ട് മൃഡൻ എന്ന ഭഗവാന്റെ അംശാവതാരം വരികയും അങ്ങനെ ഭഗവാന്റെ നാമങ്ങളെല്ലാം ജനിച്ചുകൊണ്ട് എനിക്ക് സ്ഥാനങ്ങളും അങ്ങനെ നാമങ്ങളും തരുക എന്ന് പറയുകയും, അങ്ങനെ അല്ലയോ ബ്രഹ്മാവേ, ഇങ്ങനെ ഉടനെ തന്നെ നിലവിളി തുടങ്ങി. അതു കണ്ട് ബ്രഹ്മാവ് ആ ഒരു സൃഷ്ടിക്ക് രുദ്രൻ എന്ന പേര് സ്വീകരിക്കുവാൻ വേണ്ടി ഉറപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ വിശദീകരണം. താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമധ്യതോ ജനിമൃഡോ ഭവദേകദേശഃ നാമാനി മേ കുരു പദാനി ച വിരിഞ്ചേതി ആദൗ രുരോധ കില തേന സ രുദ്രനാമാ. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. താങ്ക് യു.